നമസ്കാരം. ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദി വർക്കലയുടെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ അനുസ്മരണവും ഗാനാർച്ചനയും ജനുവരി 19 വൈകുന്നേരം വർക്കല മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KM ലാജി നിർവഹിച്ചു. ഭാവഗായകന്റെ സന്തത സഹചാരിയായിരുന്ന ശ്രീ S മനോഹരൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള മധുചന്ദ്രിക എന്ന ഗാനാർച്ചനയും നടന്നു. മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും സന്താപത്തിനും കൂട്ടായി വർഷങ്ങളായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മധുരമായ ശബ്ദം അസ്തമിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് മലയാളത്തിന്റെ ഭാവഗായ ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദി വർക്കല അതിൻ്റെ സെക്രട്ടറി അദ്ദേഹം ഇന്നലെ തന്നെ അവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനൊരു എനിക്കൊരു അവാർഡ് തരാൻ തോന്നുന്നതിൽ ഞാൻ അദ്ദേഹത്തിന് വളരെ നന്ദി പറയുന്നു. അവാർഡ് എന്ന് പറഞ്ഞാൽ ഈ അവാർഡ് കിട്ടുന്ന ആള് ഈ വേദിയിൽ തരുന്ന ഈ അവാർഡാണ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് ഒരിക്കലും ഞാൻ മറക്കാൻ അദ്ദേഹത്തിൻ്റെ നന്ദി വളരെ നന്ദി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ അധികം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ശ്രോതാക്കൾ, എന്നെ ഏറ്റവും വളർത്തിയത് എൻ്റെ ശ്രോതാക്കളാണ്. എൻ്റെ ഗാനങ്ങൾ കേട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ശ്രോതാക്കൾ, അവർക്ക് എല്ലാവർക്കും നമസ്കാരം. അവരുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ്. ഞങ്ങൾ രണ്ടുപേരും മദ്രാസിൽ വളർന്ന ആൾക്കാരാണ്. അദ്ദേഹം സിനിമയിൽ നടിച്ച് ആക്ട് ചെയ്ത് തുടങ്ങിയ ആ കാലം മുതൽ ഞങ്ങൾ പരിചയക്കാരാണ്, വർഷങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, എന്നാദ്യം അവിടുന്ന് മദ്രാസിൽ നിന്ന് എന്ന് മലയാള സിനിമയും എല്ലാ സിനിമയും ഓരോന്ന് മലയാളം മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു, കന്നഡ ബാംഗ്ലൂർക്ക് പോയി, തെലുങ്ക് ഹൈദരാബാദിലേക്ക് പോയി, എല്ലാം വിഭജിച്ച് പോയി. പക്ഷേ ഇന്നും മലയാളത്തിലെ ഏറ്റവും നല്ല ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് മദ്രാസിൽ വെച്ചാണ്. നമ്മുടെ സംഗീത സംവിധായകൻ പറയാൻ പാടില്ല, എനിക്ക് എത്ര നമ്പർ ഓർമ്മയില്ല, 150-ലധികം സംഗീത സംവിധായകർക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അനേകായിരം ഗാനങ്ങളുടെ ഒരു ഇത് ഞാൻ ലിസ്റ്റ് എടുത്തിട്ടില്ല. 15,000 ഗാനങ്ങൾ പാടിയിട്ടുണ്ടാവാം. പല ഗാനങ്ങൾ ഭക്തിഗാനങ്ങളായിട്ടും സിനിമ ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ തുടങ്ങി പല രീതിയിലുള്ള ഗാനങ്ങൾ. ഇന്നലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറിന് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പോയത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ 200 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. 200 പാട്ടുകൾ. അങ്ങനെ ദേവരാജ് മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ബാബുരാജ്, ശ്രീ മഹാസംഗീത വിദ്വാൻ. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകനാണ് MS V. എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് സുപ്രഭാതം MS Vയുടേതാണ്. ഇത് മാത്രമല്ല, ഒരു ആയിരക്കണക്കിന് ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന 1230
സിനിമകൾക്ക് ഇതുണ്ട്. MS വിശ്വനാഥൻ 15,000 സൂപ്പർ ഹിറ്റ്സ്. ഒരു പാട്ട് ചെയ്യണമെങ്കിൽ 5 ട്യൂൺ ഇടും അദ്ദേഹം. ഈ 5 ട്യൂണിൽ ഒരു ട്യൂൺ മാത്രമേ ഓക്കെ ചെയ്യുള്ളൂ, ബാക്കി 4 ഗാനങ്ങളെ അവിടെ പോയി. അതന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ അത്രയും ഗാനങ്ങൾ അപ്പോൾ അത് കൂടുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഗാനങ്ങളായേനെ MSVയുടെ. അപ്പോൾ എനിക്ക് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ പാലക്കാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രതിമ വയ്ക്കാനുള്ള തിരക്കിലാണ്. ഇന്നലെ തന്നെ മന്ത്രി സജി ചെറിയാൻ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, അതെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ പറഞ്ഞു അതെല്ലാം ഞാൻ നോക്കിക്കോളാം, എല്ലാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വലിയൊരു മിസ്ഡേറ്റാണ് MSV മാത്രമല്ല KV മഹാദേവൻ. പക്ഷെ എൻ്റെ ആദ്യത്തെ ഗാനം എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത് ദേവരാജ മാഷാണ്. ആദ്യം ഇറങ്ങിയ ഗാനം കുഞ്ഞാലിമരക്കാരിലാണ് ആദ്യം പാടിയതെങ്കിലും 65 ഞാൻ കുഞ്ഞാലിമരക്കാരിൽ പാടി. ആദ്യം ഇറങ്ങിയത് 66 മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ്. അപ്പോൾ എൻ്റെ ആത്മവർഗൽ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ് ഞാൻ എൻ്റെ ലിസ്റ്റിൽപ്പെട്ടത് ആദ്യത്തെ ഗാനം. അത് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പാടുന്നുണ്ട്, മഞ്ഞലിൽ മുങ്ങിത്തോർത്തി പാടുന്നുണ്ട്. പിന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള എളിമയുള്ള സ്നേഹമുള്ള എല്ലാ അർത്ഥത്തിലും ഒരു നല്ല മനുഷ്യനായ ഭാവഗായകൻ ജയേട്ടനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ദുഃഖം മലയാളികൾക്ക് എന്നും ഉണ്ടാവും. പക്ഷേ അദ്ദേഹം പാടി വച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്ക് എന്നും മനസ്സിനും സന്തോഷവും സാന്ത്വനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന അത്തരം നല്ല പാട്ടുകളാണ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് മരിക്കുന്നവരെ കേൾക്കാനുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്കായി തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം പറയുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വർക്കല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KM ലാജി അവർക്ക്, അദ്ദേഹം സംഗീതവേദിയുടെ രക്ഷാധികാരി കൂടിയാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും സംഗീതവേദിയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് ശ്രീ ജയേട്ടൻ്റെ സന്തത സഹചാരിയും ഉറ്റ സുഹൃത്തും തിരുവനന്തപുരം ജില്ലയിൽ എന്ന് വന്നാലും ഒപ്പം താമസിക്കുന്നത് നമ്മുടെ ഈ വിശിഷ്ട അതിഥിയായ ശ്രീ മനോഹരൻ സാറിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിനെയാണ് നമുക്കിന്നിവിടെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നത്. അതും നമ്മുടെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ കഥ പൂർണ്ണമായും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനും സംഗീതവേദിയുടെ പേരിൽ ഹാർദമായ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് പ്രിയ സുഹൃത്തും പിന്നണി ഗാനരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ആളുമായ ശ്രീ രവിശങ്കർ അവർകൾക്കാണ്. അദ്ദേഹം ജയേട്ടൻ്റെ മരണാനന്തര ചടങ്ങുകൾ തൃശ്ശൂരിൽ നടക്കുമ്പോൾ അവിടെ പൂർണ്ണമായും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് ഇവിടെ ഇതിനൊരു ചെറിയൊരു അനുസ്മരണ പ്രഭാഷണം നടത്താനും അദ്ദേഹത്തിൻ്റെ 2 പാട്ടുകൾ പാടാനും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചതനുസരിച്ച് അദ്ദേഹം ഇവിടെ വരികയും ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് സംഗീതവേദിയുടെ പേരിൽ ഹാർദമായ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി അനുസ്മരണ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള
സംഗീതവേദിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മുൻ ഗവൺമെൻറ് ലീഡറുമായിട്ടുള്ള എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് നിയാസ് സലാമിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും വിശിഷ്യ സംഗീത പ്രേമികൾക്കും എൻ്റെ പേരിലും സംഗീത വേദിയുടെ പേരിലും ഹാർദമായി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പി ജയചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി വർക്കല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ എം ലാജി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ സുരേഷ് ബാബു, ഇവിടെ പ്രാർത്ഥന ഗീതം ആലപിച്ച കുമാരി വിസ്മയ, സ്വാഗതം ആശംസിച്ച ശ്രീ സ്വാതിന്ദ്രനാഥൻ സംഗീതവേദിയുടെ എല്ലാമായിട്ടുള്ള ശ്രീ കെ എസ് രാജീവ്, അധ്യക്ഷവേദിയിലുള്ള സ്വാഗത പ്രാസംഗികൻ ഇവിടെ പ്രതിപാദിച്ചതുപോലെ പി ജയചന്ദ്രൻ എന്നാൽ ഗാനം കേൾക്കുന്ന ആസ്വാദകരുമായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ആ ഓർമ്മകളിൽ ജ്വലിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്കാൻ വേണ്ടി സംഭരിക്കുവാനുമുള്ള ഒരു അനുസ്മരണ സമ്മേളനമാണ്. ഭാവഗായകൻ എന്ന വാക്കിന് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ, എൻ്റെ കുഞ്ഞുനാൾ മുതൽ കേട്ടു വളർന്ന ആ ഗാനങ്ങളുടെ നിരയിൽ ഒന്ന് കണ്ണോടിക്കുമ്പോൾ മറ്റൊരു പര്യായമില്ല. ഭാവഗായകൻ എന്ന് പറയുന്നത് മലയാള ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം പി ജയചന്ദ്രൻ എന്ന് നിസ്സംശയം നമുക്ക് ചേർക്കാൻ കഴിയും. അത്രമാത്രം ചന്ദ്രൻ എന്ന ഗായകൻ പാടിയിട്ടുണ്ടെങ്കിൽ ആ 100 പാട്ടിന് പര്യായമായി നിൽക്കും. ജയചന്ദ്രൻ 1 പാടിയാൽ മതി, അത് ഹിറ്റാവും. ജയചന്ദ്രൻ്റെ പാട്ട് എല്ലാവർക്കും ഉറങ്ങാനും ഓർക്കാനും വേദനിക്കുമ്പോൾ അതിന് ഒരു പരിഹാരമാകാനും. എന്തിനു പറയുന്നു? 80 എന്ന് പറയുന്നത് പി ജയചന്ദ്രൻ എന്ന ഗായകന് 80 എന്ന് പറയുന്നത് ആ ഗാനത്തിൻ്റെ ആ സ്വരമാധുരിയിൽ ആ ഭാവഗായകൻ ഇപ്പോഴും 18-ലാണ്. ഒരു 18-കാരന് വേണമെങ്കിലും ഈ 80-ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുരി കൊണ്ട് ഭാവഗംഭീരത്തോടുകൂടി പകർന്നു നൽകാൻ കഴിയുന്ന, ഗാനം ആലപിക്കാൻ കഴിയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ് നമുക്ക് നഷ്ടമായത്. പലതും നമുക്ക് നഷ്ടമാകും, ജീവിച്ചാൽ മരിക്കും. പക്ഷെ ചില മരണങ്ങൾ അല്ലെങ്കിൽ ചിലരുടെ വേർപാട് നമുക്കൊട്ടും സഹിക്കാൻ കഴിയില്ല. അതുപോലെയാണ് ഗാനാസ്വാദകർ. പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗായകൻ മനസ്സൊന്നും ഓർമ്മയിൽ നിന്നും നമ്മളിന്ന് വിട്ടുപിരിയാൻ കഴിയില്ല. ഈ അവസരത്തിൽ എനിക്ക് സ്വാതിന്ദ്രനാഥൻ സംഗീതവേദിയുടെ ഭാഗമായി നിന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ വരുമ്പോൾ പി ജയചന്ദ്രൻ എന്ന് പറയുന്ന, ഇന്ന് നമുക്ക് അനശ്വര ഗായകൻ എന്ന് പറയാം, ആ ഗായകന് നമ്മൾ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രണാമമാണ്. കഴിഞ്ഞ നമ്മുടെ പരിപാടിയിൽ പി ജയചന്ദ്രനെ ആദരവ് നൽകിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾ ശ്രമിച്ചപ്പോൾ മനസ്സിലാകും. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രോഗ്രാം, അല്ലെങ്കിൽ അദ്ദേഹം സദസ്സ് പങ്കിടുന്ന ഏറ്റവും മഹനീയമായ ഒരു പ്രോഗ്രാം നമുക്ക് വർക്കലയിൽ കൊണ്ടുവന്ന് ആ മഹാഗായകനെ നമുക്ക് ആദരിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കുള്ള ഒരു അർച്ചനയാണ്, ഒരു ഗാനാർച്ചനയാണ് നമ്മുടെ രാജീവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. രാജീവിൻ്റെ പാട്ടുകൾ പോലും നമുക്കെപ്പോഴും ആ വേദിയിൽ പോലും നമ്മുടെ പ്രിയ ഗായകൻ്റെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു, പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗായകൻ്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പകരം തരുന്നത് ശ്രീ രാജീവാണ്. ജയചന്ദ്രൻ്റെ പാട്ടുകളാണ് രാജീവ് എന്ന് പറയുന്ന ഗായകൻ നമുക്ക് പലപ്പോഴും പകർന്നു തരുന്നത്. അതുകൊണ്ട് ഇന്ന് ആദ്യ ഗാനം പി ജയചന്ദ്രന് ഈ അനുസ്മരണ നിലത്ത് ഒരു ഓർമ്മപ്പൂവ് സമർപ്പിക്കുമ്പോൾ തന്നെ ആ പാട്ടിൻ്റെ അന്ത്യങ്ങളിൽ എത്തുമ്പോൾ ആ ഗാനത്തിനോട് മാത്രമല്ല രാജീവ് ചേർന്ന് നിന്നത്,
രാജീവൻ്റെ കണ്ടമിടറുന്നുണ്ടായിരുന്നു. ആ പാട്ടെത്തിക്കുന്നതിന് മുമ്പ് മനസ്സിലും ശരീരത്തിലും വേദനയുടെ കണ്ണീരിൻ്റെ ചില തുള്ളികൾ ചേർന്ന് നിന്നപ്പോൾ ആ പാട്ട് ഒരു വേദനാജനകമായി ജയചന്ദ്രന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത്. അതുതന്നെയാണ് നമ്മുടെ ഇന്ന് ഈ അനുസ്മരണത്തിൻ്റെ ആദ്യ പ്രണാമം. ആ ഗാനത്തിലൂടെ മനസ്സുകൊണ്ട് വേദനിച്ചു പാടിയ ആ ഗായകൻ തന്നെ ഈ മഹാഗായകന് വേണ്ടി ഈ അനുസ്മരണം അർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ അനുസ്മരണം നമ്മുടെ നാടിന്, നമ്മുടെ ഈ ഗാനം സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മുടെ ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദി വളരെ ആത്മാർത്ഥതയോടെ സ്നേഹാഭിമാനത്തോടു കൂടി നമ്മൾ ഈ അനുസ്മരണ യോഗത്തിലൂടെ ഇനിയും വിവിധ ഗാനങ്ങളിലൂടെ ജയചന്ദ്രൻ എന്ന് പറയുന്ന മഹാഗായകൻ, ആ ഭാവഗായകൻ ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ ഉറക്കെ വിളിക്കുന്നതാണ് ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനം. ഈ അധ്യക്ഷവേദിയിലെയും അതുപോലെ തന്നെ സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാന്യരുടെയും സ്നേഹിതരുടെയും അനുമതിയോടുകൂടി ഈ മഹാഗായകൻ്റെ ഈ അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. പ്രിയപ്പെട്ട വർക്കല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KM രാജി അവർ P. ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ഗാനരചയിതാവും ഗാനാസ്വാദകനുമായ ശ്രീ മനോഹരൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ വേളയിൽ 2025 ജനുവരി 9 വിടവാങ്ങിയ ഭാവഗായകൻ്റെ 2 വരികൾ മൂളിക്കൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ജീവിതമെന്നൊരു വഴിയാത്ര, ജനിമൃതിക്കിടയിലെ പദയാത്ര, തുടക്കവും ഒടുക്കവും ആരറിവൂ, സുഖദുഃഖ നിമിഷങ്ങൾ നാം അറിവൂ. ജീവിതമെന്നൊരു വഴിയാത്ര, ജനിമൃതിക്കിടയിലെ പദയാത്ര. ഇത് അദ്ദേഹത്തിൻ്റെ വരികളാണ്. ഇടയ്ക്ക് ഞങ്ങൾ ഈ വരി, ഇത് രാഘവ മാസ്റ്ററുടെ ഈണത്തിലുള്ളതാണ്. ഇടയ്ക്ക് വരികൾ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് രാത്രി ഒരു 9:30 മണിക്ക് അദ്ദേഹം വിളിക്കും. ഒരു 11 മണി വരെ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ അദ്ദേഹത്തിന് ഓരോരോ പാട്ടുകൾ കേൾപ്പിക്കും. അദ്ദേഹം പാടിയതോ മറ്റ് ഗായകർ പാടിയതോ അദ്ദേഹം തന്നെ പാടിയ ധാരാളം തെലുങ്ക്, തമിഴ്, കന്നഡ ഗാനങ്ങളുണ്ട്. അതെല്ലാം രംഗറാവു, അതുപോലെ രമേശ് നായിഡുവിനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ്, സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ കലല് വെച്ചേ വേളാനി എന്നൊരു തെലുങ്ക് ഗാനമുണ്ട്, സുശീലാമ്മയായിട്ട് പാടിയത്. അതുപോലെ നഗുമുഖമേലെ എന്നൊരു കന്നഡ ഗാനമുണ്ട്. ഒരുപാട് പാട്ട്. അതുപോലെ രംഗറാവുവിൻ്റെ മന്ദാര പുഷ്പവു നീനു, സിന്ധൂര പുഷ്പവു നീനു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് കന്നഡയിൽ കഴിഞ്ഞ 50 വർഷക്കാലം ഇറങ്ങിയ ഏറ്റവും നല്ല 10 ഗാനങ്ങളിൽ തിരഞ്ഞെടുക്കാൻ ഒരു ഗാലപ്പോളിൽ വന്നപ്പോൾ അവർ 1ാം സ്ഥാനത്ത് വന്ന പാട്ടാണ് ഈ മന്ദാര പുഷ്പവു നീനു എന്ന് പറയുന്നത്. രംഗറാവു എന്ന ആളാണ് അത് സംഗീതം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് വിലപിടിപ്പുള്ള സംവിധായകരുടെ പാട്ടുകൾ പാടി. അതിനെക്കുറിച്ചായിരിക്കും ഞങ്ങൾ മുഖ്യമായും ചർച്ച ചെയ്യുക. അതിനിടയിൽ പലപ്പോഴും ഈ പാട്ടിൻ്റെ 2 വരികൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ ഭാസ്കരൻ മാസ്റ്റർ എഴുതി മനുഷ്യബന്ധങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ 2 വരി, അരമുറി കരിക്കൊത്ത ഹൃദയം അലയാഴിയേക്കാൾ അതിനാഴം, ഭാസ്കരൻ മാസ്റ്റർ വരിയാണ്. ആ വരികളെക്കുറിച്ച് ഒരു അരമണിക്കൂർ അദ്ദേഹം സംസാരിക്കും. ഇതുപോലെ അപാര സുന്ദര നീലാകാശത്തിലെ ഒരു 2-3 വരികൾ, ഇത് പല പല പാട്ടുകളുടെ വരികൾ. ഇതേപോലെ ഒരു 9:30 മണി മുതൽ ഒരു 11 മണി വരെ അദ്ദേഹത്തിന് അസുഖമായി ഡിസംബർ 9 ഒരു വീഴ്ച വീണു. ഈ ഹിപ്പ് പൊട്ടി, സർജറി ചെയ്തു. സർജറി ചെയ്തിട്ട് അത് കുറച്ച് ഭേദമായപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടു, സംസാരിച്ചു. പക്ഷേ അതിനുശേഷം ഈ രാത്രി 9:30 ചർച്ച നടക്കില്ല. കാരണം ഈ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആളിന് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡിസംബർ 9 വരെ ഇതുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഞങ്ങൾ വിളിച്ച് സംസാരിക്കും. അതിന് മുൻപ് വരെ മിക്കവാറും ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും അങ്ങനെ വിളിക്കും, അദ്ദേഹം വിളിക്കും. ഒരു
രാവിലെ ഒരു 7 മണി കഴിയുമ്പോൾ മാഷ് വിളിച്ച് പറയും, ഞാൻ മാഷ് എന്നെ അദ്ദേഹത്തെ വിളിക്കുക, എല്ലാവരും ജയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഒരു ബഹുമാനസ്വതമായി ജയചന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞ് അത് ശീലമായതാണ്. അദ്ദേഹം വിളിക്കും, ചോദിക്കും, മഴയുണ്ടോ മനോഹര, മഴയുണ്ടോ അവിടെ, മഴയുണ്ടോ, ഇവിടെ ചുട്ടിട്ടിരിക്കാൻ വയ്യ എന്ന് പറയും. പിന്നെ ഒരു 12 മണിക്ക് വിളിക്കും, 4 മണിക്ക് വിളിക്കും, 7 മണിക്ക് വിളിക്കും, പിന്നെ ഫൈനലി 9 മണിക്ക് വിളിക്കും. ഇതാണ് സാധാരണ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ആഴം. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഇത് തുടരുന്നു. ഞാൻ 66-69 കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ BSc ഫിസിക്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സിലെ ലാബിലെ ഒരു വാൽവ് സെറ്റ് റേഡിയോയിൽ നിന്ന് ഓ എന്ന് പറയുന്ന മഞ്ഞളെ മിങ്ങിത്തോർത്തി എന്ന ഗാനം കേൾക്കുന്നത്. അപ്പോൾ അതുവരെ എനിക്കത് 16 വയസ്സാണ്. ഞാൻ അതുവരെ കമുകറ സാറിൻ്റെയും PBSൻ്റെയും ഉദയഭാൻ സാറിൻ്റെയും യേശുദാസിൻ്റെയും സുശീലമ്മയുടെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ കേട്ട് ഞാൻ പെരപ്പങ്കോടുകാരനാണ്. പെരപ്പങ്കോട് മുരളി എന്ന് പറയുന്ന സാഹിത്യം, രാഷ്ട്രീയം, സംസ്കാരം ഒക്കെ ചെയ്യുന്ന ആൾ എൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞങ്ങൾ അവിടുത്തെ യുവതലമുറയെല്ലാം വളർന്നു വന്നത്. ചങ്ങമ്പുഴ കലാവേദി, ചങ്ങമ്പുഴ ബാലകലാസമിതി തുടങ്ങിയുള്ള സ്റ്റാലിൻ മെമ്മോറിയൽ ക്ലബ്ബ് തുടങ്ങിയുള്ള പല പല സംഘടനകളിലൂടെ വളർന്നാണ് ഞങ്ങൾ വന്നത്. അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു വായനശാലയിൽ ഒരു റേഡിയോ ഉണ്ട്. അവിടെ നിന്ന് 7 മണിക്ക് കേൾക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്നാണ് ഈ പാട്ടുകളെല്ലാം കേട്ട് വന്നത്. അപ്പോൾ ഈ 66 വരെ യേശുദാസിൻ്റെ കരയുന്നു ഉപയോഗിച്ചിരിക്കുന്നു, താമസമെന്തേ വരുവാൻ, കണ്ണുനീർ മുത്തുമായി തുടങ്ങിയ വളരെ മനോഹരമായ ഗാനങ്ങൾ കേട്ട് ആസ്വദിച്ച് ഇരിക്കുമ്പോഴാണ് ഈ ഹമ്മിങ് കേൾക്കുന്നത്. അത് കേട്ട് അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ശബ്ദം തിരിച്ചറിഞ്ഞു, ഇത് യേശുദാസിൻ്റെതല്ല, ഏതോ ഒരു പുതിയ ഗായകൻ്റെതാണ്. അപ്പോൾ നമ്മുടെ വായനശാലയിൽ അന്ന് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു സിനിമാ മാസികയുണ്ട്. ആ സിനിമാ മാസികയിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങി. വിദ്യാർത്ഥി എന്ന ചിത്രത്തിൽ വാർതിങ്കൾ കനുവയ്ക്കും രാവിലെ നിന്ന് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ വെളുത്തകത്തിൽ എന്ന ചിത്രത്തിൽ മകരം പോയിട്ടും മാടമുണർന്നിട്ട് പാട്ട് പാടുന്നു. ഇങ്ങനെ ഓരോരോ പാട്ട് റെക്കോർഡിങ്ങിൻ്റെ എല്ലാം വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. കുറേശ്ശെയായിട്ട് സിനിമാ പാട്ടുകളും റേഡിയോയിൽ വന്നു തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ള ആ ശബ്ദത്തിൻ്റെ അടുപ്പം അല്ലെങ്കിൽ ആ പ്രണയം എനിക്കുണ്ടായത്. പക്ഷെ അതിനുശേഷം ഏകദേശം 94 വരെ ഒരു 200ഓളം ഗാനമേളകൾ ഞങ്ങൾ കേട്ടിരിക്കും. 68ലാണ് ആദ്യ ഗാനമേള തിരുവനന്തപുരത്ത് കാവിൽക്കടവ് അമ്പലത്തിൽ വരുന്നത്. അവിടെ ഞങ്ങളുടെ സംഘം, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ചേർന്ന് അവിടെ പോയി ആ പാട്ട് കേട്ടു. അന്ന് പൂവും പ്രസാദമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റ് ഗാനം. അന്ന് യേശുദാസിൻ്റെ കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു, സ്വർഗത്തേക്കാൾ സുന്ദരമാണ്, ഈ പാട്ടൊക്കെ ആണ് അദ്ദേഹം പാടിയത്. പിന്നെ ധാരാളം ഗാനമേളകൾ കേട്ടു. വളരെ അകലിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടു. നല്ല സുന്ദരനായ ഒരു രാജകുമാരൻ തന്നെയാണ്. 1944 മാർച്ച് 3 കൊച്ചി രാജകുടുംബത്തിലെ രവിവർമ്മ കൊച്ചനും തമ്പുരാൻ്റെയും പാലിയത്ത് സുഭദ്രകുഞ്ഞമ്മയുടെയും 3ാമത്തെ മകനായാണ് അദ്ദേഹം ജനിക്കുന്നത്. മൂത്ത ജ്യേഷ്ഠൻ സുധാകരൻ, അദ്ദേഹം നല്ലൊരു പാട്ടുകാരനായിരുന്നു. അനിയൻ കൃഷ്ണകുമാർ, ചേച്ചി ഓമന സരസിജ, അനിയത്തി ജയന്തി. ഇതാണ് ആ കുടുംബം. ആ കുടുംബ പശ്ചാത്തലം അങ്ങനെയാണ്. അതായത് പാലിയത്ത് അച്ഛന്മാർ എന്ന് പറയുന്നത് കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരാണ്. ഇന്ന് രാജഭരണം ആയിരുന്നെങ്കിൽ അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രി ആകേണ്ട ആളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ പാലിയത്ത് സ്കൂളിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞ് 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മൃദംഗം അഭ്യസിച്ച് തുടങ്ങുന്നത്. രാമസുബ്ബയ്യൻ എന്ന ഒരാൾ എറണാകുളത്ത് നിന്ന് വന്ന് പഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പാട്ട് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, നീ വായ്പാട്ട് പഠിക്കണ്ട, പകരം നീ മൃദംഗം അഭ്യസിക്കണമെന്ന് അമ്മയുടെ നിർദ്ദേശമായിരുന്നു. പക്ഷേ അരിയക്കുടി രാമാനുജായങ്കാർ, അതുപോലെ തന്നെ മധുരൈ മണിയർ തുടങ്ങിയ വലിയ സംഗീതകാരന്മാരുടെ കച്ചേരി ധാരാളം കേട്ട് അങ്ങനെയുള്ള കേൾവിജ്ഞാനം മാത്രമാണ് അദ്ദേഹത്തിന് സംഗീതത്തിലുള്ളത്. അദ്ദേഹം ശാസ്ത്രീയ സംഗീതം ചിട്ടയായിട്ട് പഠിച്ചിട്ടുള്ള ആളല്ല. കിഷോർ കുമാറിനെ പോലെ, SP ബാലസുബ്രഹ്മണ്യത്തെ പോലെ, S ജാനകിയെ പോലെ ചിട്ടയായി ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ആളാണ് അദ്ദേഹം. പക്ഷേ താളത്തിൽ നല്ല ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നാഷണൽ ഹൈസ്കൂളിൽ 8ാം സ്റ്റാൻഡേർഡിൽ ചേർന്നപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ രാമനാഥൻ മാഷ് അദ്ദേഹത്തെ കൊണ്ട്, കൂട്ടുകാരെ കൊണ്ട് അദ്ദേഹം കവിതകൾ, പാട്ടുകൾ എഴുതി പാട്ടുകൾ പഠിപ്പിച്ച് പാടിക്കുമായിരുന്നു. ആ സമയത്താണ് 8ാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആദ്യത്തെ സ്കൂൾ യുവജനോത്സവം, അഖില കേരള അടിസ്ഥാനത്തിൽ സ്കൂൾ യുവജനോത്സവം തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ സംഘടിപ്പിച്ചത്. അവിടെ മൃദംഗവാദനത്തിനായി, പിന്നെ മൃദംഗവാദനം ലളിത സംഗീതത്തിനും ജയചന്ദ്രനും മത്സരിച്ചു. യേശുദാസ് അന്ന് 10ാം ക്ലാസ്സിലാണ്. അദ്ദേഹം കർണാട്ടിക്കിനും ലളിത സംഗീതത്തിനും മത്സരിച്ചു.
സംഗീതത്തിൽ 1ാം സ്ഥാനം യേശുദാസിന് കിട്ടി, 2ാം സ്ഥാനം ജയചന്ദ്രന് കിട്ടി, മൃദംഗത്തിന് ജയചന്ദ്രന് കിട്ടി. അത് കഴിഞ്ഞ് ജയചന്ദ്രൻ യേശുദാസും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ആ യുവനോത്സവത്തിൻ്റെ അവസാന പരിപാടിയിൽ യേശുദാസ് വായിക്കുകയും ജയചന്ദ്രൻ മൃദംഗം കൂട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം BSc സുവോളജി IT വിഷയമെടുത്ത് കെമിസ്ട്രിയും ബോട്ടണിയും ആയിരുന്നു സബ്സിഡിയറി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. ഈ ക്രൈസ്റ്റ് കോളേജ് പഠിക്കുന്ന സച്ചിദാനന്ദൻ, പ്രശസ്ത സാഹിത്യകാരൻ സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. BSc സുവോളജിയിൽ ക്ലാസ്മേറ്റ് ആയിരുന്നു. അദ്ദേഹം 1ാം ബെഞ്ചുകാരനും ഇദ്ദേഹം പുറകിലെ ബെഞ്ചുകാരനുമാണ്. അദ്ദേഹം അന്ന് പഠിക്കുന്ന അത്ര വലിയ മെച്ചമായിരുന്നില്ല, പക്ഷേ ഈ സംഗീത അഭിരുചി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ പാട്ടുകൾ ആ രീതിയിലൊന്നും അഭ്യസിച്ചിട്ടില്ല. ആ സമയത്ത് 1963 അദ്ദേഹത്തിൻ്റെ BScയുടെ 2ാം വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ സുധാകരൻ ചെന്നൈയിൽ ഒരു ഷാബാലസ് കമ്പനി വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെ കാണാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സുധാകരൻ്റെ റൂമിൽ വെച്ച് യേശുദാസിനെ വീണ്ടും കണ്ടുമുട്ടുന്നു. സുധാകരനും യേശുദാസും വളരെ വലിയ കൂട്ടുകാരായിരുന്നു. അത്യാവശ്യം സുധാകരൻ്റെ തേച്ച് വെച്ചിരിക്കുന്ന ഷർട്ടും മുണ്ടും എടുത്തുകൊണ്ടാണ് യേശുദാസ് ഗാനമേളയ്ക്കൊക്കെ പോയിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവർ തമ്മിൽ അത്ര വലിയ അടുപ്പമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും ഇവർ കണ്ടുമുട്ടുന്നു. ഈ യേശുദാസിൻ്റെ ഗാനമേളയ്ക്ക് പോകുമ്പോൾ സുധാകരൻ പറയും, ദാസേ ആ ഒരു പാട്ട് ഞാൻ പാടിക്കോളാം, ബാക്കി നീ പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കാത്തിരി നിൻ്റെ നിക്കാഹിൽ അഗാധ നീലിമയിൽ അപാരശൂന്യതയിൽ കാലം കനകക്കിനാവുകളാലേ കടലാസു കോട്ടകൾ തീർക്കും. ഇങ്ങനൊരു പാട്ട് യേശുദാസ് പാടിയിട്ടുണ്ട്. കാത്തിരുന്ന നിക്കാഹിലെ വയലാർ ദേവരായ മാസ്റ്റർ. ഈ പാട്ട് സുധാകരനാണ് മിക്കവാറൊക്കെ സുവോളജി പാസ്സായി തമിഴ്നാട് ചെന്നൈയിലെ ഒരു ജോലി തേടി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ ദുബൈയിലേക്ക് പോയി കഴിഞ്ഞു, മിഡിൽ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു. ജയചന്ദ്രൻ്റെ അമ്മയുടെ സഹോദരൻ നുങ്കംപക്കത്ത് വിജയൻ അച്ഛൻ അവിടെ താമസമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു താമസം. അവിടെ വെച്ച് ജയചന്ദ്രൻ ഒരു ഗാനമേളയ്ക്ക് പാടാൻ അവസരം വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയമാണ്. ആ യുദ്ധത്തിന് വേണ്ടി ഒരു ഫണ്ട് ശേഖരിക്കാനായിട്ട് ഒരു ഗാനമേള കണ്ടക്ട് ചെയ്തു. MB ശ്രീനിവാസിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു. RK ശേഖരായിരുന്നു കണ്ടക്ട് ചെയ്തത്. അവിടെ യേശുദാസിൻ്റെ പാട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ അത്യാവശ്യ കാരണങ്ങൾ യേശുദാസിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ മലയാളി സമാജത്തിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്നു. അദ്ദേഹം മുഖാന്തരം ജയചന്ദ്രന് അവിടെ പാടാൻ ഒരു അവസരം കിട്ടി. ആ പഴശ്ശിരാജയിൽ RK ശേഖർ സംഗീതം നൽകിയ ചൊട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി ഈ ഗാനമാണ് പാടിയത്. ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ സദസ്സിലുണ്ടായിരുന്ന RS പ്രഭു, വിൻസെൻ്റ് മാസ്റ്റർ, അതുപോലെ തന്നെ ശോഭന പരമേശ്വരൻ നായർ പരമോണൻ, ഇവർ 3 പേരും അവിടെ ഉണ്ടായിരുന്നു. ഈ പാട്ട് കേട്ട ഉടനെ തന്നെ അവർ ജയചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്ക് പാടാൻ നല്ല ശബ്ദമുണ്ടല്ലോ, ഞങ്ങൾ ചന്ദ്രധാരാക്കാരത്തിൽ കുഞ്ഞാലി മരിക്കാർ പടം എടുക്കുന്നുണ്ട്, നിനക്കൊരു പാട്ട് തരാം, നീ നാളെ വന്ന് പാട്ട് പഠിക്കൂ എന്ന് പറഞ്ഞു. ഭാസ്കരൻ മാസ്റ്ററാണ് രചന, BA ചിദംബരനാഥാണ് സംഗീത സംവിധായകൻ. അപ്പോൾ ജയചന്ദ്രൻ്റെ ആദ്യ സംഗീത സംവിധായകൻ BA ചിദംബരനാഥാണ്. അങ്ങനെ ആ പാട്ട് പാടാൻ പോകുന്നു, പഠിക്കുന്നു. കൂടെ പാടിയത് പ്രേമലത എന്ന് പറഞ്ഞ പാട്ടുകാരിയാണ്. അവരന്ന് പ്രശസ്തയാണ്. ചേട്ടത്തി എന്ന സിനിമയിൽ യേശുദാസ് പാടിയ 16 വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തുവിരിഞ്ഞാൽ ആ പാട്ടൊക്കെ പാടി അങ്ങനെ സൂപ്പർ ഹിറ്റായിരിക്കുന്ന സമയത്താണ് ഈ ഒരു യുവഗാനം പാടാൻ അവസരം കിട്ടുന്നത്. പാട്ട് പഠിച്ചു, റെക്കോർഡിംഗ് സമയമായി. ജയചന്ദ്രൻ വന്നു, അദ്ദേഹത്തിന് പാടാൻ പറ്റുന്നില്ല, സംഭ്രമം കൊണ്ട് പാടാൻ പറ്റുന്നില്ല. അപ്പോൾ റെക്കോർഡിംഗ് നിർത്തിവെച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പണി പറ്റില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്, നിങ്ങൾ വേറെ ആൾ വെച്ച് പാടിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയി. എന്നിട്ട് അടുത്ത ദിവസം ശോഭന പരമേശ്വരൻ നായരും വിൻസെൻ്റ് മാസ്റ്ററും കൂടി ഈ വിജയനച്ഛൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ വിജയനച്ഛൻ്റെ അടുത്ത് ജയചന്ദ്രനെ വിളിക്കാൻ പറയുന്നു. അദ്ദേഹം മുകളിലെ നിലയിൽ ഇരിക്കുകയാണ്, താഴോട്ട് വരുന്നില്ല. ഇവർ നിർബന്ധിച്ച് മുകളിൽ നിലയിൽ താഴെ വിളിച്ചുകൊണ്ട് പോയി പാടിച്ചു. അപ്പോൾ അന്ന് പാട്ട് ശരിയായി. അങ്ങനെ വന്ന പാട്ടാണ് ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്ന് ഒന്നാം കടലിൽ മുങ്ങാൻ കുളിയിട്ടൊന്നാം തിരമാല ഒന്നാം തിരമാല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം. 1965 സെപ്റ്റംബറിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഈ ചിത്രം പുറത്തിറങ്ങുന്നത് 67-ലാണ്. ഇതേസമയം വിൻസെൻ്റ് മാസ്റ്റർ ദേവരായൻ മാസ്റ്ററെ പരിചയപ്പെടുത്തുന്നു. ദേവരായൻ മാസ്റ്റർ അടുത്ത് ഇദ്ദേഹം ചെല്ലുമ്പോൾ ചോദിക്കുന്നു, എന്താ വന്നത്? പാട്ട് പാടാൻ വരാൻ പറഞ്ഞതാണ്. ഓക്കെ, നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പൊക്കോ, പാട്ട് പഠിക്കാതെ
ആണോ പാട്ട് പാടാൻ വരുന്നത്? പുള്ളിയെ തിരിച്ചു വിട്ടു. അദ്ദേഹം തിരിച്ചു പോയി. വിചാരിച്ചു ഇനി ആ പാട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ദേവരാം മാസ്റ്റർ തിരിച്ചു വിളിച്ചിട്ട് അതിൽ താരുണ്യം തന്നുടെ താമരപ്പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാനെ ഓടിപ്പോകാതെ പോകാതെ പൊന്മാനെ, ഈ പാട്ട് പാടിച്ചു. അപ്പോൾ അതൊരു കോമഡി സോങ്ങാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതിൽ വേറൊരു പാട്ട് കൂടിയുണ്ട്, അത് യേശുവിന് പാടാനുള്ളതാണ്. അഗ്നിപുത്രി എന്ന ചിത്രത്തിൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ അഗ്നിപുത്രി നാടകം അതിനെ സിനിമയാക്കി പ്രേം നവാസ് സിനിമയാക്കിയപ്പോൾ അതിൽ നാടകത്തിൽ പിന്നണി പാടിയിരിക്കുന്ന ബ്രഹ്മാനന്ദനാണ്. സിനിമയിൽ ഇദ്ദേഹത്തിന് ഇനിയും പുഴയൊഴുകും ഇതുവഴി ഇനിയും കുളിർ കാറ്റോടി വരും ഇനിയും പുഴയൊഴുകും, ഇങ്ങനെ പാട്ട്. പിന്നെ രാജീവലോചന രാധ എന്ന് പറഞ്ഞൊരു 2 മിനിറ്റുള്ള ഒരു ചെറിയ പാട്ടും കൂടി അതിനകത്തുണ്ട്. ഈ 2 പാട്ടാണ് ബാബുരാജിന് വേണ്ടി ആദ്യം പാടുന്നത്. അത് കഴിഞ്ഞ് 68 ദക്ഷിണാമൂർത്തി സ്വാമി ഇദ്ദേഹത്തെ പാടിച്ചു. ഈ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ ചന്ദ്രികയിലെരിഞ്ഞ് ചന്ദ്രകാന്തം വൈക്കത്തഷ്ടമി നാളിൽ തുടങ്ങിയ പ്രശസ്ത ഗാനങ്ങളോടൊപ്പം അധികം ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു പാട്ടുണ്ട്. മരുഭൂമിയിൽ മലർ വിരിയുകയോ എൻ മനസ്സിലും മോഹം വിടരുകയോ മരുഭൂമിയിൽ മലർ വിരിയുകയോ മറ്റൊരു ദേവന്റെ പാദതളിരിൽ പുഷ്പാഞ്ജലി നീ തൂകുമ്പോൾ ദീപാരാധന ഇല്ലാതിരുളിൽ കേഴുമീ ശിലയെ ഓർത്തിടുമോ മരുഭൂമിയിൽ മലർ വിരി. വളരെ മനോഹരമായൊരു പാട്ടാണ്, തമ്പിസാറിൻ്റെ പാട്ടാണ്. പക്ഷേ ആ പാട്ട് അധികം പോപ്പുലറായില്ല. 68 തന്നെ നീ, ആ പാട്ട് മോഹനമാണ്. സുപ്രഭാതം അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ ആദ്യത്തെ പാട്ട് MSVയുടെ, അത് മോഹനമാണ്. ഇനി പ്രധാനമായിട്ട് പറയാനുള്ള MSV സാറിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധാനം ആര് എന്ന് ചോദിച്ചാൽ ജയേന്ദ്രൻ മാസ്റ്റർ MSV. ദേവരാജൻ മാസ്റ്റർ ഗുരുനാഥനാണ്. പക്ഷേ MSVയെ കവിഞ്ഞ് വേറൊരാളില്ല. സുശീലാമ്മ ഏറ്റവും നല്ല പാട്ടുകാരി, റാഫി സാബ് ഏറ്റവും നല്ല പാട്ടുകാരി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പ്. ആ രീതിയിലാണ് അദ്ദേഹം എപ്പോഴും പാട്ടുകൾ പാടുകയും പാട്ടുകൾ പാടി കേൾപ്പിക്കുകയും ചെയ്യുക. ബാക്കി എല്ലാവരോടും നല്ല സ്നേഹമുണ്ട്, എല്ലാവരുടെയും പാട്ടറിയാം. ഈ മറ്റ് ഗായകരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം വലിയൊരു ഗാനാസ്വാദകനാണെന്നുള്ളതാണ്. അദ്ദേഹം ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ഒന്ന് റഫി സാബിൻ്റെ പാട്ട് ദിൻ ഠൽ ജായ് ഹായ് രാത്ത് ന ജായ്, ആ പാട്ട് പാടും. ഇല്ലെങ്കിൽ സുശീലാമ്മയുടെ പാട്ട് പാടും. ഇല്ലെങ്കിൽ യേശുദാസിൻ്റെ ഉറങ്ങിക്കിടന്ന ഹൃദയം നീ, അത് പാടും. അല്ലെങ്കിൽ പൊന്നിൽ കുളിച്ച രാത്രി, അത് പാടും. അല്ലെങ്കിൽ നമ്മുടെ മന്നാടയുടെ ഒരു പാട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്. അല്ലെങ്കിൽ PBSൻ്റെ പാട്ട് പാടും. അല്ലെങ്കിൽ കമകോർ സാറിൻ്റെ ഏകാന്തതയുടെ അപാരതീരം, ആ പാട്ട് പാടും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് അദ്ദേഹം പാടാറില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ അല്ലാത്ത പാട്ടുകൾ പാടുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ വരികളും അദ്ദേഹം കാണാപ്പാടമാണ്. അഭയം എന്ന ചിത്രത്തിൽ ജി ശങ്കരക്കുറുപ്പ് സാർ എഴുതിയ ശ്രാന്തം അമ്പലം എന്ന ഗാനം, അതിലെ വാക്കുകളെല്ലാം വളരെ ക്ലിഷ്ടമാണ്. പക്ഷേ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാപ്പാടമാണ്. അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും, അതിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുമ്പോൾ നിൻ്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ മുറികൂടി പണിയിച്ചോട്ടെ എന്നേ പാടിയിട്ടുണ്ട്. ഈ സുപ്രഭാത പാട്ടിൽ ദുബായിൽ മിഡിൽ ഈസ്റ്റ് ഒരു ഗാനമേളയ്ക്ക് വാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ എന്ന് പാടി. ഉടനെ അതിൽ പാട്ട് കഴിഞ്ഞു, ബാക്ക് സ്റ്റേജിലേക്ക് വന്നു. ഒരാൾ പുറകിൽ ചോദിച്ചു, സാറേ ഈ തലയിൽ എങ്ങനെയാണ് മുറി പണിയുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താ മുറി പണിയുക, എന്താ താൻ പറയുന്നത്? അപ്പോൾ സാറ് അങ്ങനെയാണ് ഇപ്പോൾ പാടിയത്. ഓ അങ്ങനെയാണ് പാടി, ക്ഷമിക്കണം. എന്താ ക്ഷമിക്കാൻ, ഞങ്ങൾ കാശ് തന്നില്ലേ താൻ പാടുന്നത് എന്ന് പറഞ്ഞാൽ ചൂടായി. അവസാനം തൻ്റെ സംഘാടകർ അത് പിടിച്ചുകൊണ്ട് പോയി. അപ്പം അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ അദ്ദേഹം പാട്ട് പാടുമ്പോൾ ഒരു കൊച്ചു പുസ്തകമുണ്ട്. ഇപ്പോൾ എല്ലാവരും മറ്റേ ടാബ് വെച്ചാൽ പാടുക. അദ്ദേഹം ആ കൊച്ചു പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 5-6 കോപ്പി ഉണ്ട്. ഒരു 4-5 കോപ്പി ഞാൻ തന്നെ എഴുതിയതാണ്, എൻ്റെ കൈവശത്തിലുള്ളത്. അപ്പോൾ ആ ബുക്ക് വെച്ചിട്ടായിരിക്കും ഏത് പാട്ടും പാടുക. അപ്പോൾ പുതിയ പാട്ട് വേണ്ടി മനോഹര ഒരു കാര്യം ചെയ്യും, ആ പാട്ട് എഴുതി ഇപ്പം അവർ ആളുകൾ ആ പാട്ട് ചോദിക്കുമ്പോൾ അതായിരിക്കും അടുത്ത പേജിൽ ഞാൻ സീരിയൽ നമ്പർ ഇട്ട് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം,
ഇതൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ പേജ് ഇങ്ങനെ അത് പാട്ട് തുടങ്ങിയിട്ട് പേജ് മറിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് ആ പേജ് വരുമ്പോൾ വയ്ക്കും. പക്ഷേ പേജ് മറിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കി തരാം. ഇതിൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത. ഇനി ഇതിൽ പറയാനുള്ള അതിൻ്റെ പാട്ടിൻ്റെ ശൈലിയെക്കുറിച്ചാണ്. ഇപ്പോൾ എല്ലാവരും ഭാവഗായകൻ എന്ന് അദ്ദേഹത്തെ പറയുന്നു, ഗന്ധർവൻ യേശുദാസിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനം രാമനാഥൻ മാഷ് ഇദ്ദേഹത്തെ പാട്ട് പഠിപ്പിക്കുമ്പോൾ 8 മുതൽ 10 വരെ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഉച്ചാരണ ശുദ്ധിയിൽ വളരെ നിഷ്കർഷ പാലിച്ചിരുന്നു. ഉച്ചാരണ ശുദ്ധി ഇല്ലാതെ പാട്ട് പാടാൻ അദ്ദേഹം അനുവദിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് ദേവരാൻ മാസ്റ്ററുടെ കയ്യിൽ കിട്ടിയപ്പോഴും അദ്ദേഹം ഒരു പാട്ട് എങ്ങനെ പാടണം, അല്ല ആ എങ്ങനെ ഉച്ചരിക്കണം, കാ എങ്ങനെ ഉച്ചരിക്കണം, ഹാ എങ്ങനെ ഉച്ചരിക്കണം, ഇതെല്ലാം മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്തേക്ക് അനുരാഗാനം പോലെ അല്ല അരിമുല്ല വള്ളി ആകാശ്, അതായത് ഒരു അയഞ്ഞ പാട്ടാണ്. സ്വപ്ന സഖി വൈശാഖ പൗർണമി, ഇതാണ് ആദ്യത്തെ പാട്ടിൻ്റെ ഒരു ശൈലി. ഒരു 67 കഴിഞ്ഞ് ബാബുരാജിൻ്റെ ഇനിയും പൊഴിയൊഴി കഴിയുമ്പോഴത്തേക്ക് തന്നെ ദേവരക്ഷണത്തിൽ നല്ല ഉറപ്പുള്ള ശബ്ദമായി മാറി. കാരണം ഈ ഇങ്ങനെ ഒരു ഇഴച്ച് പാടുന്ന ഈ ഒരു പാട്ട് കിട്ടിയാൽ ആദ്യം അതിൻ്റെ സാഹിത്യമാണ് നോക്കുക. ദേവരാം മാസ്റ്ററുടെ സംഗീതത്തിലും അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുക. സംഗീതം ചെയ്യും മുമ്പ് സാഹിത്യം നോക്കിയിട്ട് ആ സാഹിത്യത്തിനനുസരിച്ചാണ് ഈണം ഉണ്ടാക്കുക. അപ്പോൾ ജയചന്ദ്രൻ പാടുമ്പോഴും ഓരോ പാട്ടിൻ്റെയും വരികൾ എടുത്തിട്ട് ആ വാക്കുകളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഉദാഹരണത്തിന് മാധവിക്കുട്ടിയിലെ ഒരു പാട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം, അതിനൊക്കെ ഓരോ വാക്കും നമുക്ക് ബിംബങ്ങളെ കാണാം. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം, 1000 ചൊടികളാൽ മുഖരാനെന്തിനി ആതിര ചന്ദ്രനെ അനുവദിച്ചു, ചന്ദ്രനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ ചെമ്പകമുഖശ്രീയിലൊളിച്ചു ഒളിച്ചു. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ, ആവേശഭരിതങ്ങൾ. ആ രീതിയിൽ ഓരോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആ ഓരോ എപ്പോഴും പാടുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലും ഉച്ചരിക്കുന്ന രീതി വ്യത്യാസമാണ്. യേശുദാസിൻ്റെ ഒരു ശൈലി എനിക്ക് തോന്നിയത് എൻ്റെ ഒബ്സർവേഷനാണ്. അദ്ദേഹം ടെക്നിക്കലി നല്ലവണ്ണം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച ആളായതുകൊണ്ട് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കി, ആ രാഗത്തിൻ്റെ ഈണം, ആ രാഗത്തിൻ്റെ രീതി മനസ്സിലാക്കി, രാഗത്തിൻ്റെ ഭാവം മനസ്സിലാക്കി അദ്ദേഹം മൊത്തത്തിൽ ഉള്ള ഒരു ആലാപന ശൈലിയാണ് കൊടുക്കുന്നത്. ഓരോ വാക്കിനും പ്രത്യേകം അങ്ങനെ കൊടുക്കാറില്ല. ഇപ്പോൾ ഏത് പാട്ട് എടുത്തു നോക്കിയാലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ട് വരിക. ഇപ്പോൾ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി എന്ന് പറഞ്ഞ് അത് ആ വാക്കുകളിലല്ല തൊടുക, അതിൻ്റെ സ്വരസ്ഥാനങ്ങളിൽ പെർഫെക്റ്റായിട്ട് വരും. അദ്ദേഹത്തിന് സ്വർണ്ണക്കമ്പി പോലുള്ള നാദത്തിൽ വളരെ മനോഹരമായിട്ട് വരും. പക്ഷെ ആ പാട്ട് ഇദ്ദേഹം എടുത്ത് പാടുമ്പോൾ ആ വാക്കുകളിൽ പറയുമ്പോഴത്തേക്ക് ഒരു വേറൊരു കളർ നമുക്ക് കിട്ടും. ഇപ്പോൾ യേശുദാസ് പാടി ഒരുപാട് പാട്ടുകൾ, പെൺചന്ദ്രലേഖ, ഒരു അപ്സര സ്ത്രീ, അതുപോലെ മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, അതുപോലെ തന്നെ എന്താണ് ഈ പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്നൊരു വരിയുണ്ട് ഒരു പാട്ട് നമ്മുടെ അതിനകത്ത് വിലയ്ക്ക് വാങ്ങി വീണയിൽ. ആ 2 വരി മാത്രം ഇംപ്രവൈസ് ചെയ്ത് പാടും അദ്ദേഹം. അപ്പോൾ യേശുദാസ് പാടി വെച്ചിരിക്കുന്നത് പാട്ടാണ്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാവതലം കൂടി കൊടുക്കുമ്പോൾ അതിന് വേറൊരു കളറായി. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഗാനശൈലി അതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഉച്ചാരണ സ്ഫുടത അലിഞ്ഞിപ്പോയി, അതാണ് സംഭവിച്ചത്. പിന്നെ അദ്ദേഹം ധാരാളം ഹിന്ദി, തമിഴ്, കന്നഡ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ മലയാളത്തിലും തമിഴിലും, പിന്നെ നാഷ് അവാർഡ് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പാട്ട് പാടി ശിവശങ്കര സർവ ശരണ്യ വിഭോ, ആ പാട്ടിന് നാഷ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ഒക്കെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആയിരുന്നു. ഡൗൺ ടു എർത്ത് പേഴ്സൺ എന്ന് പറയാൻ കാര്യം, ഞാൻ 97 പേരൂക്കട NCC റോഡിൽ ഒരു വീട് വാങ്ങുമ്പോൾ അദ്ദേഹം അവിടെ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പ്രദീപിൻ്റെ അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തവണ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. 6 ദിവസം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി 3 മണിവരെ ഞങ്ങൾ പറഞ്ഞു പാടി ഇരുന്നു.
അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ തമ്മിൽ എന്തൊരു മുജ്ജന്മ ബന്ധമുണ്ട് മനോഹര, നമ്മൾ മുമ്പേ പരിചയപ്പെടാനുള്ളതായിരുന്നു എന്ന്. അന്ന് എൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പരസ്പരം ഒരു സ്നേഹബന്ധം കയറിയതാണ്. അതിനുശേഷം എല്ലാ ദിവസവും എന്ത് കാര്യമുണ്ടെങ്കിലും, ജലദോഷം വന്നാൽ വിളിക്കും, വീട്ടിൽ വഴക്കുണ്ടായ വിളിക്കും, പിന്നെ ഒരു പാട്ട് റെക്കോർഡിങ് വന്നാൽ വിളിക്കും, ആരെങ്കിലും ഒരു കാസറ്റ് റെക്കോർഡ് വിളിക്കും, സിനിമ റെക്കോർഡ് എല്ലാം വിളിക്കും, സംസാരിച്ച് പരസ്പരം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ടേ പിന്നെ അദ്ദേഹം ഒരു കാര്യം ചെയ്യുമായിരുന്നു. കുട്ടികളെ പോലെ എന്ത് പറഞ്ഞാലും കൃത്യമായി അനുസരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, മനോഹർ ഇപ്പം 36.5 സെൽഷ്യസ് ഡിഗ്രി ആണ് എൻ്റെ ടെമ്പറേച്ചർ. അത് മാത്രം നോക്കാറിയുള്ളൂ. അദ്ദേഹത്തിന് ഈ എന്താണ് മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് സ്മാർട്ട് ഫോണൊന്നുമില്ല, വെറും നോക്കിയ ഫോണേ ഉള്ളൂ. SMS പോലും നോക്കാനറിയില്ല. ഫോൺ വിളിക്കാനും അറിയാം, എടുക്കാനും അറിയാം, അത്ര അറിയാം, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ഈ വാട്സാപ്പോ ഫേസ്ബുക്കോ ഒന്നും അദ്ദേഹത്തിന് ബാധമല്ല. അപ്പോൾ പക്ഷേ ടെമ്പറേച്ചർ നോക്കാനറിയാം. അപ്പോൾ എന്നെ വിളിക്കും 36.5. ഞാൻ പറയുന്നത് മാഷെ അത് പനിയല്ല, മാഷ് സുഖമായിട്ട് കിടന്നുറങ്ങണം, 38.2 കഴിഞ്ഞാലേ പനിയാവുള്ളൂ. ഇങ്ങനെ എല്ലാ കാര്യം എന്തുണ്ടെങ്കിലും. അപ്പോൾ ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസവും സംസാരിച്ചു, മനോഹര എനിക്ക് തീരെ സുഖമില്ല, എന്ത് ചെയ്യട്ടെ? ഞാൻ പറഞ്ഞ മാഷെ ഒരു പ്രശ്നമില്ല, നമ്മൾ ഇപ്പോൾ വീടിൻ്റെ അടിസ്ഥാനമായിട്ട് ഒരു മരുന്ന് കഴിച്ചതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്, അതിപ്പം നമ്മൾ മരുന്ന് കഴിച്ച് കുറയുന്നുണ്ട്. 1 മാസം കഴിയുമ്പോൾ മാഷ് എഴുതി നടക്കാൻ പറ്റും, 2 മാസം കഴിയുമ്പോൾ വാക്കറി പോയെങ്കിലും നമ്മൾ റെക്കോർഡിങ് നടത്തും എന്ന് വാക്ക് കൊടുത്ത് അദ്ദേഹത്തിന് വിശ്വാസം കൊടുത്ത് തലേ ദിവസം പിറ്റേന്നാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മനുഷ്യനാണ്. പിന്നെ ധാരാളം കലാകാരന്മാരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അത് വേറെ ആരോടും പറഞ്ഞുകൊണ്ട് സാധാരണ സഹായിക്കുന്നവരെല്ലാം വീഡിയോ എടുക്കും, പത്രക്കാർ വിളിക്കും. ഒരു 2023 വരെ എല്ലാ ആഴ്ചയിലും 3-4 റെക്കോർഡിങ്. ആളുകൾ വരുന്നു, പാട്ടെടുക്കുന്നു. എന്താണ്, ഒരു ഭക്തിഗാനമായിരിക്കും, റൊമാൻറ്റിക് ആയിരിക്കും, എന്തെങ്കിലും ആൽബം അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട് വേണം എന്ന് പറയും. അത് മിക്കവാറും മാഷ ഈ കുറേ കാലമായിട്ട് അദ്ദേഹം നേരിട്ടൊന്നും ഡീൽ ചെയ്യില്ല. അപ്പോൾ പറയും, എൻ്റെ നമ്പർ എടുത്തിട്ട് മനോഹരനെ വിളിക്കും, മനോഹരൻ പറയുമെന്ന് പറയും. അപ്പോൾ എന്നെ വിളിക്കും, ഞാൻ സംസാരിക്കും. പൈസ സാധാരണ റെക്കോർഡിങ്ങിനൊക്കെ ഒരു പാട്ടിന് 50 രൂപയ്ക്കാണ് പണ്ട് വാങ്ങിക്കുന്നത്. പക്ഷേ ഞാൻ പറയും, മാഷെ 50 രൂപ വാങ്ങിച്ചാൽ അവർക്ക് മുതലാവില്ല, കാരണം ഈ പാട്ടെടുക്കണം, പിന്നെ എൻ്റെ വീഡിയോ ഉണ്ടാക്കണം. ഇവരെല്ലാം അവരെ പോക്കറ്റിൽ നിന്നാണ് തരുന്നത്. പണ്ടത്തെ പോലെ കാസറ്റ് CD കച്ചവടമൊന്നുമില്ല. ഇത് യൂട്യൂബിലിട്ട് അവർക്ക് പൈസ ഒന്നും കിട്ടില്ല, അവർക്ക് ഒരു പൈസയും കിട്ടിയില്ല. മാഷിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പാട്ടെടുക്കുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല. ഒരു മിനിമം 25 രൂപ ഒരിക്കൽ പാടിക്കൊടുക്കണം എന്ന് പറയാമായിരുന്നു. അങ്ങനെ 50, 40 പറഞ്ഞു വരുന്ന ആളുകളെ ഞാൻ 35, 25 ഒക്കെ ആക്കി അവർക്കെല്ലാം പാടിക്കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അടുത്ത് 10 ആഴ്ചയുടെ 5 പാട്ട് വെച്ചെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാം എത്ര പാട്ട് അത് പാടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പാട്ടൊന്നും പലതും പുറത്തു വരില്ല, പലത് ആ ക്ഷേത്രത്തിൽ മാത്രമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അവരെടുത്തിട്ട് പിന്നെ അത് റിലീസ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ കുഴപ്പവും, പിന്നെ കുറേ കാലം കഴിഞ്ഞ് വരും. ഈ രീതിയിലാണ് അദ്ദേഹം. അപ്പം അങ്ങനെ ആ പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ, അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണത്തിന് എനിക്ക് അവസരം തന്ന രാജീവിന്, ഇതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. പാലിയത്ത് ജയചന്ദ്രൻ കുട്ടൻ എന്ന പി ജയചന്ദ്രൻ 1944 മാർച്ച് 3 ജനിച്ച് 2025 ജനുവരി 9 നമ്മെ വിട്ടുപിരിച്ചു പോയ ആ ഭാവഗായകൻ്റെ ജീവിതത്തിലൂടെയും സംഗീത സബരിയിലൂടെയും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട ശ്രീ മനോഹരൻ സാറിന് സ്വാതിരുന്നാൾ സംഗീതവേദിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനി അനുസ്മരണ പ്രഭാഷണത്തിനും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്നതിനുമായി വേദിയിലേക്ക് എത്തുന്നു പിന്നണി ഗായകനായ ശ്രീ രവിശങ്കർ അവർകൾ. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയംഗമമായ സ്നേഹം ആദ്യം തന്നെ അറിയിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപോയ ജയചന്ദ്രൻ സാറിൻ്റെ അനുസ്മരണം ഈ ഒരു വേദിയിലേക്ക് വന്നെത്തുക എന്നുള്ളത് മാനസികമായിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ 2 ദിവസവും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ സമം എന്ന് പറഞ്ഞ ഒരു അസോസിയേഷനുണ്ട്, പിന്നണി ഗായകരുടെ എല്ലാ പിന്നണി ഗായകരും ചേരുന്ന ഒരു കുടക്കീഴിൽ വരുന്ന ഒരു അസോസിയേഷൻ. നമ്മുടെ അമ്മ എങ്ങനെയാണോ അഭിനേതാക്കൾക്ക്, അതുപോലെയാണ് സമം പിന്നണി ഗായകരുടെ. യേശുദാസ് സാറാണ് ചെയർമാൻ. ജയചന്ദ്രൻ സാർ അതിന്
അതിൽ വന്ന നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറഞ്ഞു വരികയാണ്. അദ്ദേഹം തരുന്ന ഉപദേശങ്ങളോ അല്ലെങ്കിൽ അത് ശരിയല്ല, അതെന്താ അങ്ങനെ എന്നിങ്ങനെ കൃത്യമായിട്ട് നമ്മളൊരു സംശയത്തിൻ്റെ ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന നിമിഷങ്ങളൊക്കെ ഓർക്കുമ്പോൾ വാക്കുകൾ പലപ്പോഴും ഒരു പ്രഷറാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഞാൻ ആലോചിച്ചു, ഞങ്ങൾക്കൊക്കെ ഉള്ള ബന്ധത്തെക്കാളും എത്രയോ വലിയ ബന്ധമാണ് മനോഹരൻ ചേട്ടനുള്ളത്. മനോഹരൻ ചേട്ടൻ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്രഷർ മീൻസ് വൈകാരികമായ ഒരു തള്ളിച്ച എപ്പോഴും സ്മരണ പരിപാടികൾ. കാരണം വിയോഗത്തിന് ഇത്രയും നാളുകൾ, വളരെ കുറച്ച് നാളുകൾക്ക് ശേഷമല്ലേ. എന്തായാലും ഭാവഗായകൻ എന്ന് മാത്രം നമ്മൾ വിളിച്ച് ശീലിച്ച സർ ജയേട്ടൻ എന്ന് വിളിക്കാൻ ഇപ്പോൾ മനസ്സ് തോന്നുന്നില്ല. ജയചന്ദ്രൻ സാർ എന്ന് തന്നെ പറയുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കാതിലൂടെ അദ്ദേഹത്തിൻ്റെ മൈക്കിലൂടെ വരുന്ന ശബ്ദവും അദ്ദേഹത്തിനോട് ചേർന്നിരിക്കുന്ന കാതിൽ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ശബ്ദവും ഒരുമിച്ച് കേൾക്കാൻ പറ്റി. ഒരു റൈറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആ പാട്ട് പാടുന്ന ആൾ ഇതിപ്പോൾ കുറച്ച് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെയും അവിടെ നിന്നിരുന്ന, എനിക്ക് തോന്നുന്നു കല്ലറ ഗോപൻ ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ അത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ്. രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. ഇത്രയും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ നെഞ്ചിൽ ഭാരം കൂടി തുടങ്ങി. അദ്ദേഹം പല്ലവി തീർത്ത് അനുപല്ലവിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ പാടുന്ന ഭാവം അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ കൂടിയിട്ട് നമുക്കൊന്ന് ഈ ടാബ് ഇങ്ങനെ എൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന മൊമെൻറ്റ്സ് എനിക്ക് ഓർമ്മയുണ്ട്. അത് വിഷമം കൊണ്ടൊന്നുമല്ല, അത് നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഭാവഗായകൻ എന്ന് മാത്രം, ഇത് പാട്ടിൻ്റെ എല്ലാ എസൻസും ഇത്രയും അടുത്തിരുന്ന് കേൾക്കാൻ പറ്റിയ ആ നിമിഷങ്ങൾക്ക് ഞാനിപ്പോഴും ജഗദീശ്വരനോട് ദൈവങ്ങളോടൊക്കെ നന്ദി പറയുന്ന നിമിഷങ്ങളാണ്. ഒരുപാട് സംസാരിക്കുന്നില്ല, ഒരുപാട് പേര് പാടാനുണ്ട്. ഇപ്പോൾ പ്രയർ പാടി കുട്ടിയൊക്കെ നന്നായിട്ട് പാടുന്ന കേട്ടു. കുട്ടിയുടെ ഉണ്ടെങ്കിൽ എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മധുചന്ദ്രികയുടെ എന്ന പാട്ട് ഒന്ന് പാടാം. മനോഹരമായ 2 ഗാനം ഉൾപ്പെടെ നമ്മുടെ പ്രിയ ഗായകൻ ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണത്തിന് പങ്കെടുത്ത് സംസാരിച്ച പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ശ്രീ രവിശങ്കർ അവർക്ക് സ്വാതിരുനാൾ സംഗീതവേദിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. 1982 ആ ഗാനം ആദ്യമായിട്ട് വരുന്നത്, ഓണത്തിന്. അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് ആ രംഗമൊക്കെ. അതിനെക്കുറിച്ച് അവരൊക്കെ സംസാരിക്കും. ഉടനെ അടുത്തത് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗവും മുൻ ഗവൺമെൻറ് ലീഡറുമായ അഡ്വക്കേറ്റ് നിയാസ് സലാം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സുരേഷ് ബാബു സാർ, ശ്രീ രാജീവ് സാർ, വേദിയിൽ ഭാവഗായകനെക്കുറിച്ച് വളരെ മനോഹരമായി സമാർക്ക് അറിയാവുന്നത്, ഏറെ ഇഷ്ടത്തോടെ ആ പാട്ടുകൾ ആസ്വദിച്ച് പഠന കാലയളവിലൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോയവരാണ് എൻ്റെ ഉൾപ്പെടെയുള്ള തലമുറകളെല്ലാം. ജയചന്ദ്രൻ സാറിൻ്റെ ഈ അടുത്ത കാലത്തെ വളരെ മനോഹരമായ ഹിറ്റുകൾ വരെ പ്രായത്തിനുമപ്പുറം എല്ലാ ചെറുപ്പക്കാരും ഏറ്റെടുത്ത ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് ജയചന്ദ്രൻ സാർ. ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തെ ഓർക്കുക. നേരത്തെ ഇവിടെ പ്രിയങ്കരായ സുഹൃത്ത് പിന്നണി ഗായകൻ രവിശങ്കർ സൂചിപ്പിച്ചതുപോലെ, ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തെ ഒന്നിനുമല്ലാതെ ഓർക്കാൻ കഴിയുക, ഒരു നേട്ടത്തിനുമല്ലാതെ ഒന്നിനുമല്ലാതെ ഓർക്കാൻ കഴിയുക എന്നത് തന്നെ വളരെ സന്മനസ്സുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്രവൃത്തിയാണ്. സംഗീതവേദിക്ക് അതിന് സാധിച്ചിരിക്കുന്നു. ഇവിടെ ഉണ്ടായ കൂട്ടായ്മ ആ പാട്ടുകൾ ആസ്വദിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കൂടിയത് എന്നത് സംഗീതവേദിയെ മറ്റ് സാഹിത്യ സാംസ്കാരിക സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു എന്നതാണ് ഞാൻ നോക്കിക്കാണുന്നത്. ജയചന്ദ്രൻ സാറിൻ്റെ സംഗീതം ആസ്വദിക്കുക, ജയചന്ദ്രൻ സാറിനോടുള്ള നമ്മുടെ എല്ലാം ഇഷ്ടം പ്രകടിപ്പിക്കുക. അദ്ദേഹം കഴിഞ്ഞ വർഷം ഇവിടെ രാജീവ് സാർ നേതൃത്വത്തിൽ നടത്തിയ
പരിപാടികളിൽ സജീവമായി പങ്കെടുത്തത് ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകൾ പുതുക്കുവാൻ ഈ സംഘടനയ്ക്ക് ഈ അനുസ്മരണ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രോഗ്രാം കൺവീനർ ശ്രീ ശുഭരാജ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ് ബാബു സാർ, നമ്മുടെ ഈ ജയചന്ദ്രൻ അനുസ്മരണം ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ രവിശങ്കർ, വർക്കല സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സെക്രട്ടറി രാജീവ് സാർ, മുൻ ഗവൺമെൻറ് ലീഡർ അഡ്വക്കേറ്റ് നിയാസ് എ സലാം, പ്രിയപ്പെട്ട അച്ചു സാർ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞത് മുഴുവനായും ഞങ്ങൾ കേട്ടു. അതിനും അപ്പുറത്തേക്ക് എന്ത് പറയാനാണ്? പ്രിയപ്പെട്ട നമ്മുടെ ഭാവ ഗായകനാണ്. സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ഇരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കണ്ട് വിലയിരുത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ശബ്ദ ക്രമീകരണവും വെളിച്ചവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മെല്ലോ സൗണ്ട്സിന്റെ അജയൻ കാപ്പിൽ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, എല്ലാവർക്കും പ്രത്യേക നന്ദി. ഒപ്പം LED വാൾ മനോഹരമായി പ്രവർത്തിപ്പിക്കുന്ന ശ്രീമാൻ സുരേഷ് തിരുവനന്തപുരം, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇത്തരം വേദികൾ വർക്കലയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കയ്യൊപ്പുകളായി ഇനിയും മാറണം. ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഏവരുടെയും സഹകരണവും സാന്നിധ്യവും നല്ല രീതിയിൽ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത, ഇതിൽ ശ്രോതാക്കളായ, കാണികളായ ഏവർക്കും സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ നന്ദി കടപ്പാട്.